ഹലോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പോവാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു അടിപൊളി ഉഴുന്നുവടയാണ് കേട്ടോ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ നിന്നൊക്കെ കഴിക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റിയാണെന്ന് വേണമെങ്കിൽ പറയാം. ശരിക്കും അത്രയും നല്ല മുരിഞ്ഞിട്ടുള്ള നല്ലൊരു ഉഴുന്നുവടയാണ് കേട്ടോ ഇത് നമ്മൾ ഉണ്ടാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കണത് എങ്ങനെയാണെന്ന് നോക്കിയാലോ. വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെ അരക്കപ്പ് ഉഴുന്നാണ് കേട്ടോ. 250 ml കപ്പിൽ അരക്കപ്പ് ഉഴുന്ന് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ കേട്ടോ. അത് ഒരു 4 മണിക്കൂറോളം വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ടാണ് നമ്മളിത് അരച്ചെടുക്കാൻ പോകുന്നത്. അപ്പോൾ അരച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളമൊന്നും ചെറിയ ജാറിലിട്ടിട്ട് കുറേശ്ശെയായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എല്ലാം കൂടി മുഴുവനായിട്ട് നമ്മൾ വലിയ ജാറിലിട്ട് അരച്ചെടുക്കരുത് കേട്ടോ. പിന്നെ ഞാൻ ഈ അരക്കപ്പ് ഉഴുന്ന് അരയ്ക്കാൻ വേണ്ടിയിട്ട് 2 സ്പൂൺ വെള്ളം മാത്രമേ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അതിൽ കൂടുതൽ ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. അതപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കേട്ടോ നമ്മളിത് അരച്ച് എടുക്കേണ്ട രീതി. അപ്പോൾ നമ്മൾ അരച്ചെടുത്തത് കറക്റ്റായിട്ട് വന്നു എന്നറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് മാവ് എടുക്കുക. എന്നിട്ടൊരു ഗ്ലാസ്സിൽ ഇതേപോലെ വെള്ളം നിറച്ചിട്ട് നമ്മൾ ഈ മാവ് അതിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് പൊങ്ങി മുകളിലേക്ക് വന്നതാ ഇതേപോലെ അങ്ങ് നിൽക്കണം. അപ്പോഴേക്കും നമുക്ക് മനസ്സിലാവും നമ്മൾ കറക്റ്റായിട്ടാണ് അരച്ചെടുത്തിരിക്കുന്നത്, വെള്ളമൊന്നും കൂടിപ്പോയിട്ടില്ല എന്നുള്ളത് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ട് അരച്ച് നമ്മൾ എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് 1 സ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വട നന്നായിട്ട് മൊരിഞ്ഞ് വരാനായിട്ട് സഹായിക്കുന്ന ഒരു സംഭവമാണ് ഈ അരിപ്പൊടി എന്ന് പറയുന്നത്. അത് നമ്മൾ ഒഴിവാക്കാൻ പാടില്ല, ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഉഴുന്നുവട കിട്ടാൻ വേണ്ടി സഹായിക്കും ഈ 1 സ്പൂൺ അരിപ്പൊടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഉഴുന്നെടുക്കുന്നതിൻ്റെ അളവനുസരിച്ച് അരിപ്പൊടിയുടെ അളവും നമ്മൾ മാറ്റി കൊടുക്കണം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം, നല്ലതുപോലെ ഒന്ന് ഇളക്കി എടുക്കണം കേട്ടോ. കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇളക്കി എടുക്കണം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ നമ്മൾ അരക്കുമ്പോൾ വെള്ളം ഒട്ടും കൂടിപ്പോകരുത് കേട്ടോ. അങ്ങനെ കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉഴുന്നുവടയൊക്കെ മൊത്തം നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ കിട്ടില്ല. അപ്പോൾ ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണ്. ഒരു 2 മണിക്കൂർ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിന് ശേഷം നമ്മളിത് എടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനൊരു സവോളയുടെ ഒരു മീഡിയം സൈസ് സവോളയുടെ പകുതിയാണ് കേട്ടോ പൊടിയായിട്ട് അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, അതും പൊടിയായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കറിവേപ്പില നല്ലൊരു ടേസ്റ്റ് തരും കേട്ടോ ഇതിന്. അപ്പോൾ കറിവേപ്പില നമ്മൾ നന്നായിട്ട് ഇതേപോലെ ഒന്ന് മുറിച്ചങ്ങ് ഇട്ട് കൊടുത്തിരുന്നാൽ മതിയാവും. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മുടെ കുട്ടികൾക്ക് കൊടുക്കുന്നതായതുകൊണ്ട് ഞാൻ കുരുമുളക് ഒഴിവാക്കി കേട്ടോ. നമുക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാമേ. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 സ്പൂൺ നമ്മുടെ സാമ്പാർ പൊടി ഉണ്ടല്ലോ, അതാണ് കേട്ടോ. അതും ഒരു നല്ല ടേസ്റ്റ് തരും കേട്ടോ നമ്മൾ ഉഴുന്നുവട ഉണ്ടാക്കുമ്പോൾ. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 സ്പൂൺ തന്നെ കായത്തിൻ്റെ പൊടിയാണ്. അത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് സവോളയ്ക്ക് പകരം ചെറിയ ഉള്ളി ആണെങ്കിലും ചേർത്ത് കൊടുക്കാമേ. ഇനി നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിട്ട സവോളയും പച്ചമുളകും അതുപോലെ കറിവേപ്പിലയും സാമ്പാറിൻ്റെ പൊടിയും ഉപ്പെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് കുറവാണെങ്കിൽ നമ്മൾ വീണ്ടും കുറച്ച് ചേർത്ത് കൊടുത്തിരുന്നാൽ മതിയാവും. ഇനി നമുക്ക് എണ്ണ ഒഴിച്ച് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി നമുക്ക് ഉഴുന്നുവട ഉണ്ടാക്കി തുടങ്ങാം കേട്ടോ. അപ്പോൾ ഉഴുന്നുവട ഉണ്ടാക്കുന്നതിന് മുന്നേയായിട്ട് നമ്മൾ ഇതേപോലെ കൈ ഒന്ന് തണുത്ത വെള്ളത്തിൽ മുക്കിയിട്ട് വേണം നമ്മൾ മാവ് ഇതേപോലെ റോളാക്കി കയ്യിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. തണുത്ത വെള്ളം എന്ന് വെച്ചാൽ നമ്മുടെ പൈപ്പിൽ നോർമൽ വെള്ളമാണ് കേട്ടോ, ഫ്രിഡ്ജിലെ വെള്ളമൊന്നും വേണ്ട. എന്നിട്ട് ഇതേപോലെ വടയുടെ ഷേപ്പിൽ നമ്മൾ എടുത്തിട്ട് അങ്ങ് ചൂടായി കിടക്കുന്ന എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക, വറുത്ത് കോരി എടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി വട നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ ഈ ഒരു രീതിയിൽ ചെയ്തെടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ. ചുമ്മാ പറയുന്നതല്ലോ കേട്ടോ, സത്യമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമുക്ക് ഉഴുന്നുവട കഴിക്കാനായിട്ട് മോഹം തോന്നുവാണെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയാൽ മതി, ഉറപ്പായിട്ടും നമുക്ക് ഇഷ്ടപ്പെടും കേട്ടോ. എൻ്റെ മോനാണെങ്കിൽ അവന് വട അത്ര ഇഷ്ടമല്ല, അവന് പരിപ്പ് വടയാണ് കൂടുതൽ താല്പര്യം. പക്ഷേ അവനിത് വട ഉണ്ടാക്കി കൊടുത്തിട്ട് അവനും കഴിച്ചു കേട്ടോ. ഭയങ്കര ഇഷ്ടത്തോടെ അവൻ ചോദിച്ച് വാങ്ങിച്ച് കഴിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല മുരിഞ്ഞ വട നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പം നമ്മൾ വെള്ളം ഇതേപോലെ തന്നെ കൈയൊന്ന് മുക്കിയിട്ട് വേണം മാവെടുക്കാൻ വേണ്ടിയിട്ട്. അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ട് എണ്ണയിലേക്ക് വീഴത്തില്ല കേട്ടോ. അപ്പം കൈ നന്നായിട്ട് വെള്ളത്തിൽ മുക്കിയിട്ട് വേണം മാവെടുക്കാനും. അതേപോലെ ആ ഉഴുന്നുവടയുടെ ഷേപ്പിൽ അങ്ങ് ആക്കുക. എന്നിട്ട് ചൂടായ എണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക.
അങ്ങനെ നമുക്ക് എല്ലാം ഇതേപോലെ അങ്ങ് ചെയ്തെടുക്കാം കേട്ടോ. ഷേപ്പൊന്നും നമ്മൾ നല്ല രീതിയിലൊന്നും ചിലപ്പോൾ വന്നില്ലാന്നിരിക്കും കേട്ടോ. ഈ ഒരു രീതിയിലൊക്കെ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷേ ടേസ്റ്റ് ഒരു രക്ഷയില്ല കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്, പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ടേസ്റ്റാണ്. ഉറപ്പായിട്ടും ഉഴുന്നുവട ഇഷ്ടമുള്ളവർ എന്തായാലും ഉണ്ടാക്കി ഒന്ന് നോക്കണം കേട്ടോ. അപ്പം നമ്മളിത് മുഴുവനും ഇവിടെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അരക്കപ്പ് ഉഴുന്നിൽ നിന്നിട്ട് എനിക്കൊരു 8-9ഓളം ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നമുക്ക് വേണമെങ്കിൽ സൈസൊക്കെ ചെറുതാക്കി കൊടുക്കാം, അപ്പോഴേക്കും കുറച്ചുകൂടി അധികം ഉഴുന്നുവട ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയേക്കും. അപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ മുറിച്ച് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു ക്രിസ്പിനെസ് നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ കുരുമുളക് വേണമെന്നുണ്ടെങ്കിൽ അതും കൂടി ചതച്ചിടാം കേട്ടോ. അപ്പോഴും വേറൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും ഉഴുന്നുവടയ്ക്ക്. ഇല്ലെന്നുണ്ടെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് അതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ലൊരു തേങ്ങാ ചമ്മന്തി അരച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണം. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.